ദാവീദിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ടൊന്ന് പഠിക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യം. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്ത് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരശ്ശീലയ്ക്കകത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ രാജാവിനോട്, നീ ചെന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെയും ചെയ്തു കൊള്ളുക, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അന്നു രാത്രി യഹോവയുടെ അരുളപ്പാട് നാഥാന് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, എന്റെ ദാസനായ ദാവീദിനോട് നീ ചെന്ന് പറയുക, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. 12-ാം വാക്യം. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പിക്കുകയും ചെയ്യും. അവൻ എന്റെ നാമത്തിനൊരു ആലയം പണിയും, ഞാൻ അവനെ സ്ഥിരപ്പെടുത്തും. റൈറ്റ് ഫ്രണ്ട്സ്, ദാവീദ് കഷ്ടതയിലായിരുന്നപ്പോൾ, ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്ന സമയത്ത്, മരുഭൂമിയിൽ അലഞ്ഞു നടക്കുമ്പോൾ, പ്രധാനമായിട്ടും ശൗൽ അവനെ കൊല്ലുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്തു ചെയ്യണമെന്നറിയാത്തതായ അവസ്ഥയിൽ വിശന്നും ദാഹിച്ചും മരുഭൂമിയിൽ കൂടി ജീവൻ വാരിപ്പിടിച്ചുകൊണ്ട് ദാവീദ് സഞ്ചരിക്കുന്ന സമയത്ത് അവൻ വലിയ കഷ്ടതയിലായിരുന്നു. വിശന്ന് വലഞ്ഞിരുന്നു, മരുഭൂമിയിലായിരുന്നു. അവൻ തളർന്നു പോവുകയാണ്. അങ്ങനെയുള്ള സമയത്ത് ദാവീദ് എന്താണ് ആലോചിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? കഷ്ടതയിൽ കൂടി പോകുമ്പോൾ, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോൾ ദാവീദിന്റെ മനസ്സിൽ വന്ന ആലോചന എന്തെന്നറിയാമോ? ഇന്ന് ഞാൻ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നു, ഇന്ന് കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു, ഇന്ന് ഞാൻ മരുഭൂമിയിലായിരിക്കുന്നു, വിശന്ന് വലയുന്നതായ സമയമാണ്, യാതൊരു ഗതിയുമില്ലാത്ത ജീവിതം നയിക്കുന്നു. എന്നാൽ ഒരു ദിവസം എൻ്റെ കണ്ണുനീരിനെ ദൈവം തുടയ്ക്കും. ഒരു ദിവസം ഈ കഷ്ടതയിൽ നിന്നും ദൈവം എന്നെ വിടുവിക്കുവാനിടയാകും. ഒരു ദിവസം ദൈവം എനിക്ക് ചെയ്തിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും നിറവേറും. ഒരു ദിവസം ദൈവം ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന സ്ഥിതിയിൽ നിന്നും ഉന്നതമായ സ്ഥാനത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ എൻ്റെ ദൈവത്തിനു വേണ്ടി ഞാൻ എന്തു ചെയ്യുമെന്നറിയാമോ? ഒരു മനോഹരമായ ആലയത്തെ ഞാൻ നിർമ്മിക്കും. ഒരു ശ്രേഷ്ഠമായ ആലയം ഞാൻ നിർമ്മിക്കും. എപ്പോഴാണിത് പറയുന്നതെന്നറിയാമോ? ഒന്നും ഇല്ലാതിരുന്നപ്പോൾ, കഷ്ടതയുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ ദാവീദ് ദൈവത്തെക്കുറിച്ച് ആലോചിച്ചു. കഷ്ടകാലത്തിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് ദാവീദ് ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇന്ന് നമ്മുടെ മധ്യയിൽ ആരെങ്കിലും കഷ്ടതയിൽ കൂടി പോകുന്നവരുണ്ടോ? കണ്ണുനീർ താഴ്വരയിൽ കൂടി പോകുന്നവരുണ്ടോ? വിശപ്പും ദാഹവുമൊക്കെ അനുഭവിക്കുന്നുണ്ടോ? പ്രിയ സഹോദര സഹോദരി, നമ്മൾ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടിയൊക്കെ പോകുമ്പോൾ, നമ്മൾ സാധാരണമായി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും നമ്മെ സഹായിക്കുന്നോ എന്ന് വിചാരിച്ചുകൊണ്ട് പലരുടെയും മുഖത്തേക്ക് നമ്മൾ നോക്കും. രാജാക്കന്മാരെ ആശ്രയിക്കാൻ നോക്കും, സമ്പത്തുള്ളവരെ ആശ്രയിക്കാൻ നോക്കും, അതുപോലെ തന്നെ അധികാരമുള്ള ആളുകളുടെ മുഖത്തേക്ക് നമ്മൾ നോക്കും, കടം കൊടുക്കുന്നവരെയൊക്കെ ആശ്രയിക്കാൻ നോക്കും. എന്നാൽ ബൈബിളിൽ പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നിന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി പ്രാണനെ തന്ന കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നതാണ് അനുഗ്രഹം, നല്ലത്. അതുകൊണ്ട് ഇന്ന് നീ കഷ്ടതയിൽ കൂടി പോകുന്നുവെങ്കിലും ഈ കഷ്ടത എല്ലായ്പ്പോഴും നിൽക്കുന്നത് അല്ല. നിന്റെ ജീവിതത്തിൽ കഷ്ടതയും കണ്ണുനീരും നെടുവീർപ്പുകളൊക്കെ എങ്ങനെയാണോ ആരംഭിച്ചത്, അതുപോലെ തന്നെ വേഗത്തിൽ അത് അവസാനിക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ഓരോ ആരംഭത്തിനും എന്താണുള്ളത് പറയുക? എന്താണുള്ളത്? അവസാനമുണ്ട്. ചിലപ്പോൾ മഴ പെട്ടെന്ന് പെയ്യുന്നത് കാണാൻ കഴിയും. ആദ്യം ചാറ്റൽ മഴ തുടങ്ങും, ചാറ്റൽ മഴ പിന്നെ മഴയായി മാറും, ആ മഴ പിന്നെ പെരുമഴയായിട്ട് മാറിയേക്കാം. അത് ഇനിയും വലിയ ഒരു കൊടുങ്കാറ്റിനോടൊപ്പം ചേർന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചേക്കാം. എന്നാൽ എത്ര സമയമാണ്? എത്ര ദിവസമാണ്? കുറച്ച് ദിവസങ്ങൾ മാത്രമായിരിക്കും. കൊടുങ്കാറ്റ് എങ്ങനെയാണോ ആരംഭിച്ചത്, എത്ര വലിയ അലങ്കോലം സൃഷ്ടിച്ചാലും അതെങ്ങനെയാണോ ആരംഭിച്ചതുപോലെ അവസാനിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറയുന്നു, ചെറിയൊരു പ്രശ്നമായിട്ടാണ് തുടങ്ങിയത്, ആ ചെറിയ പ്രശ്നം പിന്നീട് വലുതായി ഒരു വലിയ പ്രശ്നമായിട്ട് മാറി. ഈ ദിവസം അതൊരു കൊടുങ്കാറ്റ് പോലെ ആയിരിക്കുന്നു.
എന്നെ അത് കൊല്ലുമോ എന്ന് വിചാരിക്കുകയാണ്. എൻ്റെ കഥ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എൻ്റെ കുടുംബം നശിച്ചു പോകുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വിചാരിക്കുന്നു. എനിക്കുള്ള വ്യാപാരം നഷ്ടമായി പോകുമോ എന്ന് വിചാരിക്കുന്നു. ഇനിയും എനിക്ക് ജീവിക്കാൻ കഴിയില്ലേ എന്നെനിക്ക് തോന്നലുണ്ടാകുന്നു. എന്തുകൊണ്ടെന്നാൽ ആദ്യം ചെറിയൊരു പ്രശ്നമായിരുന്നു, വളരെ ചെറിയ പ്രശ്നമായിരുന്നു. എന്നാൽ ആ ചെറിയ പ്രശ്നം പിന്നീട് വളരെ വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു. ഞാൻ വീണ്ടും പറയട്ടെ, ചെറിയ ചെറിയ ചാറ്റൽ മഴ തന്നെ വലിയ മഴയായി മാറിയേക്കാം. എത്ര വലിയ പെരുമഴയാണെങ്കിലും ശരി, എങ്ങനെയാണോ ആരംഭിച്ചത് അതുപോലെ തന്നെ അത് അവസാനിക്കുകയും ചെയ്യും. വീണ്ടും നല്ല കാലാവസ്ഥ ഉണ്ടാകാനിടയാകും. വീണ്ടും പ്രശാന്തമായ കാലാവസ്ഥ കാണുവാനായിട്ട് കഴിയും. അതേ രീതിയിൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ എത്ര വലിയ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചാലും ശരി, എന്റെ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി. ആ വലിയ കൊടുങ്കാറ്റിന് എന്ത് സംഭവിക്കും പറയൂ? അത് ശാന്തമാകാനിടയാകും. ദൈവം നിനക്ക് സമാധാനത്തെ നൽകുകയും ചെയ്യും. ധൈര്യത്തോടെ ഇരിക്കുക, ഭയപ്പെടരുത്, ഭീതിപ്പെടേണ്ട. എന്തുകൊണ്ടെന്നാൽ ആ കാലത്ത് ദാവീദിന് അറിയാമായിരുന്നു, ഇന്ന് ഞാൻ മരുഭൂമിയിൽ കൂടി കടന്നു പോകുന്നു, വിശപ്പും ദാഹവുമൊക്കെ അനുഭവിക്കുന്നു, ഒരു ഗതിയുമില്ലാതെ എന്തു ചെയ്യണമെന്നറിയാതെ, കഴിക്കുവാൻ എനിക്ക് ആഹാരമില്ല, കിടക്കുവാൻ എനിക്ക് പാർപ്പിടമില്ല. എങ്കിലും ശരി, ഒരു ദിവസം വരും, അന്ന് ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി എന്ത് നിർമ്മിക്കും? ഒരു മനോഹരമായ ആലയം നിർമ്മിക്കും. ഇങ്ങനെ എപ്പോഴാണ് പറഞ്ഞതെന്നറിയാമോ? ദാവീദ് മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്ത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, 132 സങ്കീർത്തനം വായിക്കുകയാണ്. യഹോവേ, ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയെയും എന്താണ് പറയുന്നത്? ഓർക്കണമേ. അടുത്ത വാക്യം, അവൻ യഹോവയോട് സത്യം ചെയ്തു. യാക്കോബിന്റെ വല്ലഭന് നേർന്നത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം, യാക്കോബിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയുമില്ല. ഒരു ദിവസം ഞാൻ നോക്കൂ, ഇപ്പോൾ എനിക്കൊരു കൂടാരമുണ്ട്, എനിക്ക് പാർക്കാൻ നല്ലൊരു സ്ഥലമുണ്ട്, എനിക്ക് കയറിക്കിടക്കുവാൻ നല്ല വീടുണ്ട്, അതുപോലെ എനിക്ക് വിശ്രമിക്കാൻ സമയമുണ്ട്. എന്നാൽ ഈ കഷ്ടതയുടെ കാലത്ത്, ഈ ബുദ്ധിമുട്ടിൻ്റെയും ഞെരുക്കത്തിൻ്റെയും കാലത്ത് ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. എനിക്ക് നല്ല ദിനങ്ങൾ വരുമ്പോൾ, ദൈവം എന്നെ ഈ സ്ഥാനത്ത് നിന്നും ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുപോകുമ്പോൾ, കിടക്കുവാൻ നല്ല കിടക്കയുണ്ടായിരിക്കുമ്പോൾ, പാർക്കാൻ നല്ല വീടുണ്ടാകുമ്പോൾ, ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുത്തതായ വാക്ക് ഞാൻ മറക്കുകയില്ല. ആ വാക്ക് എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ ദൈവത്തിന് മനോഹരമായൊരു ആലയം നിർമ്മിക്കും. കഷ്ടതയുടെ മധ്യയിൽ ദാവീദ് ദൈവത്തെപ്പറ്റി ആലോചിച്ചു. അതുപോലെ കഷ്ടകാലത്ത് ദൈവം ദാവീദിനെ പറ്റി ആലോചിച്ചു, അവനെ ഓർത്തു. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുടെയും ബുദ്ധിമുട്ടിൻ്റെയും കാലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മളെപ്പോഴാണോ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത്, നാം കഷ്ടതയുടെയും ബുദ്ധിമുട്ടിൻ്റെയും നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം നമ്മിലേക്കും തിരിയും. കഷ്ടതയുടെ മധ്യയിൽ, ഞെരുക്കത്തിൻ്റെ മധ്യയിൽ ദൈവത്തിൻ്റെ ആലയത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവവേലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, സുവിശേഷത്തിൻ്റെ വ്യാപ്തിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ, നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, കഷ്ടതയുടെയും ബുദ്ധിമുട്ടിൻ്റെയും ഒക്കെ നടുവിൽ നമ്മൾ എത്രത്തോളം ദൈവത്തെപ്പറ്റി ആലോചിക്കുന്നുവോ, നമ്മുടെ ആലോചനകളൊക്കെ നിറവേറ്റുവാൻ കഴിയുന്ന അനുഗ്രഹത്തെയും അത്ഭുതകരമായിട്ടുള്ള ജീവിതത്തെയും ദൈവം നിശ്ചയമായിട്ടും നിനക്ക് നൽകും. എങ്ങനെ പറയാൻ കഴിയും? ദാവീദിന്റെ ജീവിതത്തിൽ കൃത്യമായി അതാണ് നടന്നത്. ഇപ്പോൾ ദാവീദ് സിംഹാസനത്തിൽ സ്ഥിരപ്പെട്ടു പോയി. ചുറ്റുപാടുമുള്ള സകല ശത്രു സൈന്യവും അടങ്ങി. ദൈവം അവന് സ്വസ്ഥത കൊടുത്തു. ഉന്നത സ്ഥിതിയിലേക്ക് എത്തിയ സമയത്ത്, ദൈവം സ്വസ്ഥത കൊടുത്ത സമയത്ത് ദാവീദ് ദൈവത്തെപ്പറ്റി ആലോചിക്കുന്നു. സഹോദര സഹോദരി, ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ, ദൈവം നിനക്ക് ജോലി നൽകുമ്പോൾ, ദൈവം നിനക്ക് ആരോഗ്യം നൽകുമ്പോൾ, നിന്റെ ജോലിയിൽ വ്യാപാരത്തിൽ ലാഭം തരുമ്പോൾ, ദൈവം നിന്നെ ഉയർത്തുന്ന സമയത്ത്, കഷ്ടതയിലായിരുന്നപ്പോൾ ദൈവത്തോട് നീ എന്താണോ അപേക്ഷിച്ചിരുന്നത്, ദൈവത്തിന് നീ നേർച്ച നേർന്നത്, നിനക്ക് എല്ലാം ഒത്തുവരുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ, ആ നേർച്ചകളെ മറക്കരുത്. ദൈവത്തിന് നീ ചെയ്തതായ ഉടമ്പടികളെ മറന്നുപോകരുത്. ദാവീദ് മറന്നുപോകാതെ ദൈവം മുമ്പാകെ ഒരു തീരുമാനമെടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴെനിക്കതിൻ്റെ സമയം വന്നിരിക്കുന്നു. ഞാൻ ദൈവത്തോട് ചെയ്തതായ നേർച്ച എന്താണോ, ഉടമ്പടി എന്താണോ, അതിനെ നിറവേറ്റുന്നതായ സമയം വന്നുവെന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി ദൈവസന്നിധിയിൽ വന്ന് പറയുകയാണ്, ദൈവമേ, എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നല്ലോ, ആ ആഗ്രഹം നിറവേറ്റുന്ന സമയം വന്നിരിക്കുന്നു. ഞാൻ നിനക്കായി ഒരു അത്ഭുതകരമായ ആലയം പണിയെന്ന് പറഞ്ഞല്ലോ, അത് പണിയുവാനുള്ള സമയം വന്നിരിക്കുന്നു.
ഇങ്ങനെ നാഥാൻ പ്രവാചകനോട് പറഞ്ഞപ്പോൾ നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ശരി, ദൈവം നിന്നോട് കൂടെയുണ്ടല്ലോ, നീ വിചാരിക്കുന്ന പോലെ മന്ദിരം പണിയുക എന്ന് പറഞ്ഞിട്ട് കടന്നുപോയി. എന്നാൽ ആ രാത്രിയിൽ ദൈവം നാഥാനോട് സംസാരിച്ചു. നാഥാനെ, നീ പറയുക, ദാവീദിന്റെ ആഗ്രഹത്തെ ഞാൻ അംഗീകരിച്ചിട്ടില്ല. ദാവീദ് വിചാരിക്കുന്നത് പോലെ, ആഗ്രഹിക്കുന്നത് പോലെ നടക്കില്ല. അവൻ എനിക്ക് വേണ്ടി ആലയം നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നു, പണിയില്ല. അവൻ പണിയുകയില്ല, എന്നാൽ അവൻ്റെ പേരിൽ മറ്റൊരാൾ നിർമ്മിക്കും. ഇതവനോട് പറയുക. ഇങ്ങനെ നാഥാൻ പ്രവാചകനോട് ദൈവം അരുളിച്ചതപ്പോൾ നാഥാൻ ദാവീദിനോടൊന്ന് പറയുകയാണ്, ദാവീദേ, നിന്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമുണ്ടല്ലോ, നിനക്ക് വലിയൊരു ആശയുണ്ടല്ലോ, നീ ഒരു സ്വപ്നം കണ്ടുവന്നല്ലോ. എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ട്, ആ സ്വപ്നം നിറവേറില്ല എന്ന്. നീ വിചാരിച്ചത് നടക്കില്ല, നീ ആഗ്രഹിച്ചത് നടക്കില്ല, നീ സ്വപ്നം കണ്ടത് നടക്കില്ല. ഇങ്ങനെ ദാവീദിനോട് നാഥാൻ വന്ന് പറഞ്ഞു. എപ്പോഴാണോ ദാവീദ് തൻ്റെ സ്വപ്നം നിറവേറാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞത്, അതേ സമയത്ത് താൻ നിർമ്മിക്കേണ്ടിയിരിക്കുന്നതായ ആ മനോഹരമായ ആലയം താൻ നിർമ്മിക്കാതെ മറ്റൊരാളാണ് നിർമ്മിക്കാനിരിക്കുന്നത് എന്ന് കേട്ട സമയത്ത് തൻ്റെ മനസ്സിൽ താനൊരു വലിയ തീരുമാനമെടുത്തു. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 18-ാം വാക്യം. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞതെന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ, എൻ്റെ ഗൃഹവും എന്തുള്ളൂ. താൻ വിചാരിച്ചത് നടക്കാതിരുന്നപ്പോൾ, ആശ നിറവേറാതിരുന്നപ്പോൾ താൻ എന്താണ് പറയുന്നത്? ഒരു നിമിഷം പിറകോട്ട് നോക്കുകയാണ്. താൻ എവിടെ നിന്നാണ് വന്നത്? ആടുകളുടെ മധ്യയിൽ നിന്ന് വന്നവനാണ്. ഇപ്പോൾ ഞാൻ എവിടെയാണ്? ഈ ഉന്നത സ്ഥാനത്തായിരിക്കുന്നു. നന്ദി കരയറ്റിക്കൊണ്ട് പറയുകയാണ്, കർത്താവേ, ഞാൻ ആരാണ്? അതുപോലെ എൻ്റെ ഗൃഹവും എന്തുള്ളൂ? ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഈ സ്ഥാനത്തേക്ക് എനിക്ക് എത്തുവാൻ തക്കവണ്ണം എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജീവിതത്തിൽ നീ നനയ്ക്കുന്നത് സാധിക്കാതെ ഇരിക്കുമ്പോൾ, അതുപോലെ നീ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും നേടിയെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ദൈവത്തോട് പിറുപിറുക്കരുത്, ദൈവത്തോട് ചോദ്യം ചെയ്യാൻ പോകരുത്. എന്തുകൊണ്ടെന്നാൽ നീ ആ സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം കരുണ കാട്ടിയത് കൊണ്ടാണ്. 2-ാമത്തെ ഉദാഹരണം, ഇയ്യോബ് നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും വിശുദ്ധനുമായിരുന്നു. അവനെപ്പോലെ മറ്റൊരു വിശുദ്ധനുമില്ല എന്ന് ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞതായ വ്യക്തിയാണ്. എന്നാൽ പെട്ടെന്ന് ഇയ്യോബിന് സകലതും നഷ്ടമായി. അവൻ്റെ പേര് നഷ്ടപ്പെട്ടുപോയി, പ്രശസ്തി നഷ്ടപ്പെട്ടുപോയി, സകലരും നഷ്ടമായി, ആരോഗ്യവും നഷ്ടപ്പെട്ടുപോയി. അങ്ങനെയുള്ള അവസ്ഥയിൽ തൻ്റെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് തൻ്റെ പണമെല്ലാം പോയിരിക്കുന്നു, സമ്പത്തെല്ലാം നഷ്ടമായിരിക്കുന്നു, എല്ലാവരെയും നഷ്ടമായി, തൻ്റെ മക്കളെല്ലാം നഷ്ടമായി, ചുറ്റും വലിയ പ്രശ്നമായിരിക്കുന്നു. അങ്ങനെ തൻ്റെ ജീവിതം തന്നെ തകർന്ന് താറുമാറായി കിടക്കുമ്പോൾ ഇയ്യോബ് അതിനെ എങ്ങനെയാണ് നേരിട്ടതെന്നറിയാമോ? നോക്കൂ, എങ്ങനെയാണ് നേരിട്ടത്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്നു, നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്നു, വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു, അത് യൗവനക്കാരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ചു, സാഷ്ടാംഗം ദൈവത്തിന്റെ സന്നിധിയിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഇയ്യോബ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. എന്താണ് പറയുന്നത്? തൻ്റെ ചുറ്റും നടക്കുന്നതായ ഭയങ്കരമായ ആ പ്രശ്നങ്ങളെയാണോ താൻ കാണുന്നത്? അത് ഒരു നിമിഷം പിറകോട്ട് നോക്കിയോ? എന്താണ് പറയുന്നത്? എന്താണ്? തൻ്റെ പേരും പ്രശസ്തിയും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടുവോ? എല്ലാം നഷ്ടപ്പെട്ടു. തൻ്റെ എല്ലാ മക്കളും മരിച്ചുപോയോ? എല്ലാ മക്കളും മരിച്ചുപോയി. എല്ലാം നഷ്ടപ്പെട്ടുവോ? എല്ലാം നഷ്ടപ്പെട്ടു. എങ്കിലും ഈ ലോകത്തിലേക്ക് താൻ എങ്ങനെയാണ് വന്നത്? നോക്കുക, ആ പ്രശ്നത്തെ എങ്ങനെയാണ് താൻ നേരിടുന്നത്? എല്ലാം നഷ്ടമായപ്പോൾ ഇയ്യോബ് തൻ്റെ വസ്ത്രം കീറി, തൻ്റെ തല ചിരച്ചു, സാഷ്ടാംഗം വീണു, നമസ്കരിച്ചു. ദൈവത്തോട് എന്തു പറയുന്നുവെന്നറിയാമോ? നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ
ഗർഭത്തിൽ നിന്നും പുറപ്പെട്ട് വന്നു. നഗ്നനായി തന്നെ മടങ്ങി പോകും. യഹോവ തന്നു, യഹോവ എടുത്തു. ഞാൻ വന്നപ്പോൾ നഗ്നനായി വന്നു, ഞാൻ കടന്നു പോകുമ്പോൾ നഗ്നനായി തന്നെ പോകും. ഇതാണ് യഥാർത്ഥമായ കാര്യം, ഇതാണ് സത്യം. എന്നാൽ ഈ ഭൂമിയിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ പേരും പ്രശസ്തിയും സമ്പത്തുമൊക്കെ ഇടയ്ക്ക് വന്ന കാര്യങ്ങളാണ്. അതും നഷ്ടമായി പോകും. നഗ്നനായിട്ടാണല്ലോ വന്നത്, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. ഏകനായിട്ടാണല്ലോ താൻ വന്നത്, ഏകനായിട്ട് തന്നെ മടങ്ങിപ്പോകും. എപ്പോഴാണോ ഈ വാസ്തവത്തെ താൻ ഓർത്തത്, അപ്പോൾ ചുറ്റുപാടുമുണ്ടായിരുന്ന വലിയ പ്രശ്നങ്ങൾക്ക് തന്നെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. സഹോദര, സഹോദരി, മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഇന്ന് നിനക്കെന്തോ വലിയ കഷ്ടത വന്നു എന്ന് പറഞ്ഞാൽ, നീ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല, വ്യാപാരം നടന്നില്ല, വിചാരിച്ച ആളുമായി വിവാഹം കഴിഞ്ഞില്ല, ഇതോർത്ത് എന്തിനാണ് നീ അനാവശ്യമായി ഭാരപ്പെടുന്നത്? നിന്നെ ഓർത്തുകൊണ്ട് നീ സ്വയം വിലപിച്ചാൽ, നിന്റെ തല ഭിത്തിയിലിട്ടടിച്ചാൽ, നിന്നെ തന്നെ നീ ഉപദ്രവിച്ചാൽ, ഒരു നിമിഷം പിറകോട്ട് നോക്കുക. ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ നീ ഒന്നും കൊണ്ടുവന്നില്ല. ഈ ലോകത്തെ വിട്ടുപോകുമ്പോഴൊന്നും കൊണ്ടുപോകുകയും ചെയ്യില്ല. നഗ്നനായിട്ട് വന്നു, നഗ്നനായിട്ട് തന്നെ മടങ്ങിപ്പോകും. ഇതിൻ്റെ മധ്യയിൽ അനേകം ആളുകൾ വരികയും പോവുകയുമൊക്കെ ചെയ്യും. ജനിച്ചപ്പോൾ നിന്നോടൊപ്പം ഭാര്യയില്ലായിരുന്നു, ജനിച്ചപ്പോൾ നിന്നോടൊപ്പം കുട്ടികളുമില്ലായിരുന്നു. മരിക്കുമ്പോൾ നിന്റെ ഭാര്യ നിന്നോടൊപ്പം വരുമോ? വരുമോ? കല്ലറയ്ക്ക വരെ വരും, മണ്ണിട്ടിട്ട് തിരികെ പോകും. മക്കളുടെ കാര്യം എന്താണ്? കല്ലറയ്ക്കൽ വന്നേക്കാം. ചില കുട്ടികളാണെങ്കിൽ സൂം കോളിൽ നോക്കിയേക്കാം. എനിക്ക് വരാൻ കഴിയുന്നില്ല, ഒന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിക്കാമോ? ഈ കാലം അങ്ങനെയായി പോയിരിക്കുന്നു, എന്ത് ചെയ്യാം? മക്കൾക്ക് അമ്മയുടെ അടക്ക ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ അപ്പൻ്റെ അടക്ക ശുശ്രൂഷയ്ക്ക് സംബന്ധിക്കുവാൻ കഴിയാതിരിക്കുന്ന മഹാ ഉദ്യോഗങ്ങളാണ് അവർക്ക് പലർക്കുമുള്ളത്. ദാവീദിന്റെ ആഗ്രഹം നിറവേറാതിരുന്നപ്പോൾ ഒരു നിമിഷം താൻ പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, ഒരു കാലത്ത് ഞാനൊരു ആട്ടിടയനായിരുന്നു, ഇന്ന് ഞാൻ ഈ സ്ഥിതിയിൽ വന്നു എന്ന് പറയുമ്പോൾ അതെൻ്റെ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് വന്നത്. എത്രയോ അനുഗ്രഹങ്ങൾ തന്നിരിക്കുന്നു, ഈ ഒന്ന് മാത്രം തരാതിരുന്നില്ല, എന്തിനു കരയണം? ഇയ്യോബ് എന്താണ് ചെയ്യുന്നത്? ഒരു നിമിഷം തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാൻ എങ്ങനെയാണ് ഇവിടേക്ക് വന്നത്? നഗ്നനായിട്ട് തന്നെ വന്നു, നഗ്നനായിട്ട് തന്നെ മടങ്ങിപ്പോകും. അതുകൊണ്ട് ഞാൻ ഇതൊന്നും കണ്ട് ഭയപ്പെടേണ്ടതില്ല. രണ്ട് കരങ്ങളും കൂപ്പിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കഷ്ടതയുടെ മധ്യയിൽ സാഷ്ടാംഗം നമസ്കരിക്കുക മാത്രമാണ് ചെയ്തത്. ദൈവത്തെ വിട്ട് അകന്നുപോയില്ല. പ്രിയ മകനെ, മകളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ഈ ആത്മീയ പോരാട്ടത്തിൽ പിശാച് പരീക്ഷിക്കുമ്പോൾ, പലവിധമായ പ്രശ്നങ്ങൾ കൊണ്ടുവരുമ്പോൾ അവയെല്ലാം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് അവൻ്റെ സന്നിധിയിൽ വീഴുകയാണ് വേണ്ടത്. അല്ലാതെ അവനെ വിട്ട് അകന്നു പോവുകയാണെങ്കിൽ കൂടുതൽ അപകടം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതേസമയത്ത് പ്രിയ സഹോദര, സഹോദരി, ദാവീദ് ഒരു സത്യം ഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആലയം പണിയാൻ കഴിയുന്നില്ല, എന്നാൽ പണിയാൻ കഴിയുന്നവന് എത്രത്തോളം സഹായിക്കാൻ കഴിയുമോ അത്രത്തോളം സഹായം ചെയ്യും. മനസ്സിലായോ? ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം. ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ നിർമ്മാണത്തിൽ നമുക്കും ഭാഗവാക്കാകാം. അതുപോലെ നേരിട്ട് നമുക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യുവാനുള്ള സാഹചര്യമില്ല എങ്കിൽ അത് ചെയ്യുന്നതായ ആളുകൾക്ക് ആവശ്യമായ സഹായം കൊടുത്താൽ എത്ര നല്ലതാകും. മകൻ ഹോസ്പിറ്റലിലായിരിക്കുന്നു, കണ്ടീഷൻ വളരെ മോശമാണ്, ഓപ്പറേഷൻ ചെയ്യാതെ രക്ഷപ്പെടുകയില്ല. നോക്കുമ്പോൾ ഡോക്ടർ അവിടെ ഇല്ല. ഡോക്ടറിനെ വിളിക്കൂ വിളിക്കൂ എന്ന് എല്ലാവരും പറയുന്നു. എന്നാൽ അവിടെ നിന്നതായ ഒരു വ്യക്തി ഡോക്ടറിന് ഫോൺ ചെയ്യുന്നു. എന്നാൽ ആ പിതാവ് ആകുലപ്പെടുകയാണ്. ഡോക്ടറിനെ ഫോൺ വിളിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം വേഗത്തിൽ വരാത്തത്? എന്തുകൊണ്ടാണ് താമസിപ്പിക്കുന്നത്? അതുകൊണ്ട് വേഗത്തിൽ വരുവാനായിട്ട് പറയുക. ഡോക്ടറിൻ്റെ ജോലി തന്നെ ചികിത്സ ചെയ്യുന്നതല്ലേ. എൻ്റെ മകൻ ഇവിടെ സീരിയസ് ആയിട്ടിരിക്കുമ്പോൾ ഫോൺ ചെയ്താൽ ഉടൻ തന്നെ പ്രതികരിക്കാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ താമസിക്കുന്നത്? ഇങ്ങനെ തൻ്റെ മകനോടുള്ള സ്നേഹം കൊണ്ട് വളരെ വേദന അനുഭവിക്കുകയാണ്. ഡോക്ടറിനെ കുറ്റപ്പെടുത്തുകയാണ്, അദ്ദേഹം വരാൻ അല്പം താമസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആശങ്കയോടെ ഇരിക്കുന്നതായ സമയത്ത് അല്പം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പെട്ടെന്ന് ഓടി വരുന്നത് കണ്ടു. അപ്പോൾ തന്നെ ചോദിക്കട്ടെ, എന്താണ് ഡോക്ടർ ഇത്? ഇങ്ങനെയാണോ കാണിക്കുന്നത്? നിങ്ങൾ ചെയ്യേണ്ടതല്ലേ ചികിത്സ? അതിൻ്റെ ഉത്തരവാദിത്തമില്ലേ? മകനിവിടെ സീരിയസ് കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഫോൺ ചെയ്തത്. അപ്പോഴെന്താണ് നിങ്ങൾ പെട്ടെന്ന് വരാതിരുന്നത്? ഇതാണോ നിങ്ങളുടെ കടമ? ഇതാണോ നിങ്ങളുടെ ഉത്തരവാദിത്തം? ഇങ്ങനെ ആ ഡോക്ടർ വന്നപ്പോൾ കോപത്തോടെ എന്തൊക്കെയോ വിളിച്ചു പറയാനിടയായി.
ഡോക്ടർ പറഞ്ഞു, ശാന്തമായി, അല്പസമയം ശാന്തമായിരിക്കുക. ഞാൻ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ ചെയ്യാം. അനാവശ്യമായി നിങ്ങൾ ആകുലപ്പെടേണ്ടതില്ല. ശാന്തനാകൂ. എന്ത് ശാന്തനാകാനാണ് ഈ പറയുന്നത്? നിങ്ങളുടെ മകൻ ആ അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാമായിരുന്നു. പിന്നെ ശാന്തമാകാൻ പറയുകയാണോ? ദയവ് ചെയ്ത് നിങ്ങൾ സമാധാനത്തോടെ ശാന്തമായിരിക്കണം. ഞാൻ ഈ ഓപ്പറേഷൻ ചെയ്യേണ്ട രീതിയിൽ ഞാൻ ചെയ്തു കൊള്ളാം. എന്നാൽ നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ടെൻഷൻ അടിപ്പിക്കരുത്. പ്ലീസ് ശാന്തമാകൂ എന്ന് പറഞ്ഞുകൊണ്ട് വേഗത്തിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കടന്നുപോയി. ഒരു 2.5-3 മണിക്കൂറോളം അകത്ത് ഓപ്പറേഷൻ നടന്നു. ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ശേഷം വളരെ അപകടസ്ഥിതിയിലായിരുന്നതായ ആ മകൻ രക്ഷപ്പെടാനിടയായി. മരണകരമായ സ്ഥിതിയിൽ നിന്നും ആ മകൻ രക്ഷപ്പെട്ടു പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നതിന് ശേഷം, നിങ്ങളുടെ മകൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് പോകുമ്പോൾ, എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ! ഈ ഓപ്പറേഷൻ എങ്ങനെയാണ് നടന്നത്? ഇനി ഞങ്ങൾ എടുക്കേണ്ടതായ ജാഗ്രതകൾ എന്തൊക്കെയാണ്? എങ്ങനെ മകൻ്റെ കാര്യങ്ങൾ നോക്കണം? ഇതൊന്നും പറയാതെ പോവുകയാണോ? നിങ്ങളുടെ മകൻ സുഖമായിരിക്കുന്നു, ഒന്നും പേടിക്കേണ്ടതില്ല. അത്രയും പറഞ്ഞിട്ട് ആ ഡോക്ടർ മുൻപോട്ട് നടന്നുപോയി. അതിനുശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് നഴ്സസും സ്റ്റാഫുകളൊക്കെ വന്നപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, അയാൾ എന്തൊരു മനുഷ്യനാണ്! ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വേഗത്തിൽ പോവുകയാണ് ചെയ്യുന്നത്, ഒരു വാക്ക് പോലും പറയാതെ. അവിടെ നിന്ന് സ്റ്റാഫ് പറയുകയാണ്, എന്താണ് നടന്നതെന്ന് നിങ്ങൾക്കറിയുകയില്ല. എന്താണെങ്കിൽ എനിക്കെന്താണ്? ദയവ് ചെയ്ത് കേൾക്കൂ. അദ്ദേഹത്തിൻ്റെ മകന് രാവിലെ ആക്സിഡന്റ് സംഭവിച്ചു. നമ്മൾ ഫോൺ ചെയ്യുന്ന സമയത്ത് തൻ്റെ കൺമുൻപിൽ കിടന്ന ആ മകൻ മരിക്കാനിടയായി. ഇപ്പോൾ നമ്മൾ ഫോൺ ചെയ്ത് വേഗത്തിൽ വരൂ എന്ന് പറഞ്ഞപ്പോൾ മകൻ്റെ ശവശരീരം അവിടെ തന്നെ കിടത്തിയിട്ട് അദ്ദേഹം ഓടി വന്നതാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ തൻ്റെ ദുഃഖത്തെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട്, കണ്ണുനീരിനെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ മകനെ രക്ഷപ്പെടുത്തി. അത് കണ്ടുകൊണ്ട് ഞങ്ങൾ തകർന്നുപോയി. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, മകൻ അപകടത്തിൽ മരിച്ചു കിടക്കുമ്പോൾ അവിടെ ആയിരിക്കേണ്ട അങ്ങ് എന്തിനാണ് ഈ സമയത്ത് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്തെന്നറിയാമോ? എൻ്റെ മകനെ രക്ഷപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞില്ല, എന്നാൽ ഈ മകനെ എങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തിയേ തീരൂ. പ്രിയ സഹോദര, സഹോദരി, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരിക്കാം. എന്നാൽ നാം മറ്റൊരാളെ സഹായിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആത്മാക്കൾ രക്ഷപ്പെടാനിടയാകും. നമുക്ക് ചെന്ന് സുവിശേഷം പ്രസംഗിക്കാൻ കഴിയില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആലയം പണിയാൻ കഴിയില്ലായിരിക്കാം. എന്നാൽ നമ്മൾ കൊടുക്കുന്ന സഹായം, സഹകരണം കൊണ്ട്, പ്രിയമുള്ളവരെ കേൾക്കുക, അനേകം ആളുകൾ രക്ഷിക്കപ്പെടുവാനായിട്ട്, അനേകർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഒരടിസ്ഥാനമാണ് ഒരു ആലയം എന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നു, നമുക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കുന്നു. എന്നാൽ സമ്പാദിച്ചതൊന്നും തന്നെ കൊണ്ടുപോകാൻ കഴിയാതെ അവസാനം മരിച്ച് നമ്മൾ പോകുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യുന്നതായ അധ്വാനത്തിൽ നിന്നും ലഭിക്കുന്നതായ പ്രതിഫലത്തിൽ അല്പം നമ്മൾ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, സുവിശേഷ ദാനത്തിന് വേണ്ടി നീക്കിവെച്ചാൽ എന്തു സംഭവിക്കുമെന്നറിയാമോ? നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം ബാങ്കിലിട്ടിട്ട് നീ ഒരു ദിവസം മരിച്ചു പോയാൽ ആ ബാങ്ക് ബാലൻസ് നിന്നോടൊപ്പം വരില്ല. അതിനുശേഷം എന്ത് സംഭവിക്കുമെന്നറിയില്ല. എന്നാൽ നീ അധ്വാനിച്ചുണ്ടാക്കിയതായ പണത്തിൽ നിന്നും ഒരു ആലയം നിർമ്മിച്ചു. നിന്റെ ജീവിതം ശാശ്വതമാകാത്തതുകൊണ്ട് നീ മരിച്ചു പോകാനിടയാകും. എന്നാൽ നിന്നിൽ കൂടി നിർമ്മിക്കപ്പെട്ട ആലയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ആരാധനകൾ നടന്നുകൊണ്ടേയിരിക്കും, ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരിക്കും, വചനം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. അനേകം ആളുകൾ അവിടെ വന്ന് രക്ഷിക്കപ്പെടും. അതായത് നീ സ്വർഗത്തിലേക്ക് പോയാലും ശരി, നീ ചെയ്തതായ ഈ വലിയ സഹായം കാരണം, ഈ സഹകരണം കാരണം ഭൂമിയിൽ ദൈവവേല നടന്നുകൊണ്ടേയിരിക്കും. ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നീ ചെയ്തതായ സഹായം കൊണ്ട്, നീ ചെയ്തതായ സഹകരണം കൊണ്ട് നിർമ്മിച്ചതായ ആലയത്തിൽ കൂടി കടന്നു വരുന്നതായ അനേകം ആളുകൾ രക്ഷിക്കപ്പെടും. അവരുടെ മക്കൾ രക്ഷിക്കപ്പെടും. എന്നാൽ നീ സ്വർഗത്തിലേക്ക് കടന്നുപോയി. അപ്പോഴും സുവിശേഷത്തിന്റെ വിത്ത് നീ ഭൂമിയിൽ വിതച്ചത് അത് തളർത്തുകൊണ്ടേയിരിക്കും. അനേകം ആളുകളുടെ ജീവിതത്തെ ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഡോക്ടർ പറയുകയാണ്, എൻ്റെ മകനെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ അയാളുടെ മകനെയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞാൽ എത്ര നല്ലതാണ്. പ്രിയ സഹോദര, സഹോദരി, മകനെ രക്ഷിക്കാൻ കഴിയാതിരുന്നത് കൊണ്ടാണല്ലോ അവരുടെ മകനെ രക്ഷിച്ചത്. എന്നാൽ നമ്മെ കർത്താവ് രക്ഷിച്ചില്ലേ? എങ്ങനെ രക്ഷിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? മനസ്സിലാകുന്നുണ്ടോ? ആ ക്രൂശിൽ ദൈവം തൻ്റെ പുത്രനെ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതിലൂടെ എന്തു ചെയ്തു?
നമ്മെ രക്ഷിച്ചു. അന്ന് ദൈവം തന്റെ പുത്രനെ കാക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ജീവൻ ലഭിക്കുകയില്ലായിരുന്നു. പ്രിയ സഹോദര സഹോദരി, ദൈവം തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത് എന്നെയും നിങ്ങളെ രക്ഷിച്ചിരിക്കുമ്പോൾ നമ്മളും ത്യാഗം ചെയ്ത് അനേകം ആളുകളെ രക്ഷിക്കേണ്ടതല്ലേ, അനേകരെ വിടുവിക്കേണ്ടതല്ലേ? ഒരു നിമിഷം ആലോചിക്കുക. വരൂ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, കയീന്റെ സ്വഭാവം, അവന്റെ രീതി അസൂയയായിരുന്നു, സ്വാർത്ഥതയായിരുന്നു. ഞാൻ നന്നായിരുന്നാൽ മതി, എനിക്ക് മാത്രം പേര് കിട്ടിയാൽ മതി, ഞാൻ അംഗീകരിക്കപ്പെട്ടാൽ മതി, ഞാൻ വിചാരിച്ചത് നടന്നാൽ മതി. അത് നാശത്തിലേക്ക് വഴിതെളിച്ചു. എന്നാൽ ദാവീദ് എന്താണ് പറഞ്ഞത്? ഒരുപക്ഷെ എനിക്ക് ലഭിച്ചില്ല എങ്കിൽ, എനിക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലും ചെയ്യുന്നവരെ സഹായിക്കും, സഹായം അയച്ചു കൊടുക്കും. അതെന്താണ് ചെയ്തത്? ദാവീദിനെ ഉന്നതമായ സ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അത്ഭുതകരമായ സഹായവും സഹകരണവും ആലയത്തിനു വേണ്ടി കൊടുക്കുകയും ചെയ്തു. അത് വലിയ പ്രശസ്തിക്ക് കാരണമായി. കർത്താവേ, ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ടവരായ ഞങ്ങൾ, നന്മ പ്രാപിച്ചവരായ ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയ്ക്കും ഞങ്ങളുടെ വിടുതലിനും പിന്നിലുണ്ടായിരുന്ന ത്യാഗം, യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തെക്കുറിച്ച് കർത്താവ് ഞങ്ങളത് ലോകത്തിലേക്ക് പ്രചരിപ്പിക്കണം. ലോകത്തോട് ഞങ്ങളത് പ്രസംഗിക്കണം. അതിനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണമേ. സുവിശേഷം ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയില്ല എങ്കിലും സുവിശേഷ പ്രസംഗത്തിനെ ഞങ്ങൾ സഹായിക്കും. ആലയം ഡയറക്റ്റായിട്ട് നിർമ്മിക്കാൻ കഴിയില്ല എങ്കിലും നിർമ്മാണത്തിൽ സഹായം അയക്കും. ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ട് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്ന സകല വ്യക്തികളെ നീ ഓർക്കണമേ. അവരോട് നീ മനസ്സലിവ് കാട്ടണമേ. തക്ക സമയത്ത് നീ അവരെ ഉയർത്തേണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.